ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണക്കാവാറായല്ലോ. ഓണ റെസിപ്പിയിലെ മെയിനായിട്ടുള്ള പായസത്തിൽ തന്നെ നമുക്ക് തുടങ്ങിയാലോ. അതും വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പിങ്ക് പാലട പായസം ആയാലോ. എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം അടയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു മട്ടരിയുടെ അട കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഏത് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതായത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/2 കപ്പോളം നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് കുതിർന്ന് വരട്ടെ. ഏകദേശം ഒരു 15 മിനിറ്റോളൊക്കെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഈ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു അട ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് വേവായിട്ട് വരും. പിന്നെ നമ്മൾ പാലിട്ടിട്ട് ഒന്നും കൂടി അങ്ങ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ സ്റ്റൗവിൽ ഇതാ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര ഇടും. ഞാൻ 1/2 കപ്പ് അങ്ങ് നിറച്ചെടുത്തിട്ടില്ല. 1/2 കപ്പിൻ്റെ അടുത്ത് കണ്ട് ഞാൻ പഞ്ചസാര ഈ ഒരു ചൂടാക്കി എടുത്തിട്ടുള്ള പാനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് ടൈം ഇതിങ്ങനെ വെക്കണേ. ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ അങ്ങനെ മെൽറ്റായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇതാ കളറൊക്കെ ഏകദേശം ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു കളറും മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് ഡാർക്കായി പോയാൽ അതിൻ്റെ ടേസ്റ്റിലൊക്കെ മാറ്റം വരും കേട്ടോ. പിന്നെ കയ്പ്പ് ടേസ്റ്റൊക്കെ ആവും. അപ്പോൾ ഈ ഒരു കളറായി വന്നാൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. പഞ്ചസാര സൈഡിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻറ്ററിലാക്കിയിട്ട് ഫുള്ളായിട്ട് അങ്ങ് മെൽറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി 1 കപ്പോളം വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുള്ള വെള്ളം നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പച്ചവെള്ളമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങിയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നതോട് കൂടിയിട്ട് തന്നെ അതിങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങ് ക്രിസ്റ്റലായിട്ട് മാറും കേട്ടോ. പെട്ടെന്ന് തന്നെ കട്ട കുത്തിപ്പോവും. പക്ഷെ നമ്മൾ കുറച്ച് ടൈം ഇങ്ങനെ മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് പെട്ടെന്ന് അങ്ങ് മെൽറ്റായിട്ട് വരിക. ഇനി ഫ്ലെയിം അങ്ങ് കൂട്ടിയിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തമായിട്ട് അങ്ങ് മെൽറ്റായിട്ട് കിട്ടാം. ഇപ്പോൾ അത് മൊത്തം ഇതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 1 ലിറ്റർ പാലാട്ടോ, പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ പാല് ആ ഒരു കാരമലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പം ഈ പാല് പിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പാൽ ഒട്ടും പിരിയാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാലൊന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ പാലൊക്കെ ഏകദേശം ഇങ്ങനെ തിളച്ച് പൊങ്ങാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ടൈമിൽ നമുക്ക് ഇനി ഇതിലേക്കുള്ള പഞ്ചസാരയും കൂടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ആ ഒരു പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കാനും കൂടെ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ പഞ്ചസാരൊക്കെ നല്ല പോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് അടങ്ങിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ല, അടൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഫുള്ളായിട്ട് അങ്ങ് അട തന്നെ ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറഞ്ഞ അളവിൽ വെള്ളമുള്ളൂ. പക്ഷേ അത് നമുക്ക് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഈ പാലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൈവിടാണ്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കൈവിടാണ്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. ഏകദേശം ഒരു 5-8 മിനിറ്റോളം ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല പോലെ ഇങ്ങനെ കുറുകിയിട്ട് വരും കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. ഒന്നിങ്ങനെ പാലൊന്നും കുറുകി വരണം കേട്ടോ. ഏകദേശം അതിൻ്റെ കൺസിസ്റ്റൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കൈവിടാണ്ട് മിക്സ് ചെയ്യണേ, അല്ലാതെ എനിക്ക് അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അത് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. തിളക്കുമ്പോഴൊക്കെ അതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതിൽ ആളുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ അതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളേ. ഇപ്പോൾ ഇതാ പായസമൊക്കെ ഏകദേശം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു പിങ്ക് കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായാൽ മതി കേട്ടോ.
അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടില്ലേ തവിയുടെ മുകളിലൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടല്ലേ പാലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതാക്കി എടുക്കേണ്ടത് കേട്ടോ. വല്ലാണ്ട് ലൂസായി ചാടാൻ പാടില്ല, ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ കിട്ടണം. അങ്ങനെ ആകുമ്പോഴേ പാലും അടയും ഒന്നിച്ച് കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കണ്ടില്ലേ. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളിതിലേക്ക് വറവൊന്നും ഇടുന്നില്ല കേട്ടോ. അതിന് പകരം 1 ടീസ്പൂണോളം നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഉപ്പ് ഇഷ്ടമുള്ള ആളുകൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് പായസത്തിൽ ഉപ്പിടുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് എല്ലാം മിക്സ് ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്ര വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പായസം വളരെ സിമ്പിളായിട്ട് ആർക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പിങ്ക് പാലടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു പായസം നമ്മൾ ബോളിയുടെ കൂടെ ഒക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ട്രിവാൻഡ്രം സ്റ്റൈലിൽ അവർ ഇതുപോലെയാണ് ഈ പാലട പായസമൊക്കെ കഴിക്കുമ്പോൾ കഴിക്കുക. നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കൊന്നും അധികം അറിയില്ല, പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ബോളി റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, നാളെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. എന്നാലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.